അപ്പോഴേലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മളിപ്പോൾ കായംകുളത്താണ് നിൽക്കുന്നത്. നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധ്യമാകാൻ പോവാണ്. ഒരു ക്യാമറ നമ്മൾ എടുക്കാൻ പോവാണ്. എന്താണ് ക്യാമറ? ഫോട്ടോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 6 മാസമാണ് ഇവിടെ തുടങ്ങിയിട്ട്. അത് ചങ്ങനാശ്ശേരിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 6 മാസമായുള്ളൂ. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഗോപ്രോയുടെ കാര്യം തിരക്കാനൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരിയിലും കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നേരെ വിളിച്ച് തിരക്കി. ഇവിടെ ഗോപ്രോ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് നമ്മൾ ഗോപ്രോ എടുക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ക്യാമറ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഫോണിലൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപ്രോ 5 അത് കൂട്ടുകാരൻ്റെ ഗോപ്രോയാണ്. ഈ മാസത്തെ യൂട്യൂബ് ഇൻകത്തിൽ നിന്ന് നമ്മളൊരു ക്യാമറ എടുക്കാൻ പോവാണ്. ഫോട്ടോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്ന്. നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയിട്ട് ബാക്കി കാഴ്ചയിലാണ് കേട്ടോ. ഹായ്, ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അഖിലല്ലേ? അപ്പോൾ നമ്മൾ ഫോട്ടോ ലിങ്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകൊണ്ട് നമ്മുടെ ഇവിടെ അടുത്തെങ്കിലും ഗോപ്രോ ഇടുന്ന ഷോപ്പുകൾ ഇല്ലായിരുന്നു. ഞാനത് വിളിച്ചു പോയപ്പോഴത്തേക്കും കരുനാഗപ്പള്ളി, ആലപ്പുഴ അങ്ങനെ ആ റേഞ്ചിലുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് 6 മാസത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ കായംകുളത്ത് സ്റ്റാൻഡിൽ ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗോപ്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇന്നലെ വന്നിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറ എന്തി അവിടെ ഉണ്ട്. ഇത് അതാ ഈ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതിന്ന് ഇവിടെ വെച്ചിട്ട് സെറ്റായി. ഒരു മെമ്മറി കാർഡ് വേണം കേട്ടോ. 64 എത്രയായിരുന്നു പറഞ്ഞത്? 64 630 രൂപ. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചേട്ടായി വീണ്ടും താങ്ക്സ്. ശരി എന്നാ പോട്ടെ. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം സോളോ വ്ലോഗ്സ്. ശരി. സോളോടെ ഇസഡ് ആട്ടോ ആദ്യം. പോട്ടെന്നാ. ഇനി നമ്മളപ്പം ഭയങ്കര വലിയ ഒരു കാര്യം നമ്മുടെ ചാനലിൽ സാധിച്ചിരിക്കുകയാണ്. ഒരു ഗോപ്രോ എന്ന് പറയുന്നത് കുറേ നാളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഗോപ്രോ എന്ന് പറയുന്നത്. ഇന്ന് അത് ഇവിടെ വെച്ചിട്ട് സാധ്യമായി. ഈ എൻ്റെ ചാനൽ ഇതേവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത, വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പുതിയൊരു തുടക്കമാവട്ടെ, പുതിയൊരു നല്ലൊരു തുടക്കമാകട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ രീതിയിലുള്ള അൺബോക്സിംഗ് വേണമല്ലോ. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാമോ. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ പ്രോഡക്റ്റ് ഇതേ കയ്യിലുണ്ട്. ഇത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഏകദേശം 2-2.5 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു ക്യാമറ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിട്ട് തന്നെ ഇങ്ങനെ നിന്നിരുന്നു. ചില അവസരങ്ങളിലൊക്കെ ഫോണിൻ്റെ പരിമിതികളൊക്കെ വീഡിയോസിനെ ബാധിച്ചിരുന്നു. അത് ക്യാമറ ഉറപ്പായിട്ടും എടുക്കണമെന്ന് കുറേ നാളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോപ്രോ തന്നെ എടുക്കണമെന്ന് കുറേ നിമിഷത്തിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ചില എടുത്ത് ഗോപ്രോ തന്നെ വേണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഗോപ്രോ 8, ഗോപ്രോ 7 തൊട്ടാണ് എനിക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. ഗോപ്രോ 8 ഇറങ്ങിയപ്പോഴത്തേക്കും അതങ്ങ് കൂടി. കാരണം ഒരുപാട് പേര് ഇതെടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ തവണത്തെ നമ്മുടെ യൂട്യൂബ് റവന്യൂൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഗോപ്രോ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം ഞാൻ ചാനലിൽ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റ് ആണ്. ഇനി തൊട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആണ്. ഞാൻ കുറേ പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയത് കൊണ്ടും കുറേ സംഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായതുകൊണ്ടും ഇങ്ങനെ ലാഗടിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ വരെ വന്നിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഒരിക്കലും ലാഗടിക്കില്ല. അതിനുള്ളൊരു ഉറപ്പാണ് ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം. നമുക്ക് ഒരുമിച്ച് എന്തായാലും ഇത് തുറന്നു നോക്കാം. ഇത് അൺബോക്സിംഗ് ആയിട്ടൊന്നും കാണണ്ട. ഒരുപാട് അൺബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ വീഡിയോയിൽ കിടപ്പുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്ന ക്യാമറ പോലും എൻ്റെ അല്ല. അത് ഗോപ്രോ 5ലാണ് വീഡിയോ എടുക്കുന്നത്. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ക്യാമറയാണ്. സുധി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ ക്യാമറയാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ ഫോണിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിൻ്റെ വീഡിയോയുടെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ ഗോപ്രോ വാങ്ങിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഗോപ്രോ ദേ ഇവിടെ കയ്യിൽ പിടിക്കുന്നു. ഭയങ്കര സന്തോഷം. നമുക്കെന്തായാലും പൊട്ടിച്ചോക്കാം ഇത്.
പൊട്ടിച്ചല്ല, ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ഗോപ്രോ ഇവിടെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഇത് പൊട്ടിച്ചു നോക്കാം. നമ്മുടെ ദേ നോക്കുമ്പോൾ കാണുന്നത് ഗോപ്രോ ദേ അകത്തിരിപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ ആക്സസറീസ് ഉണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ മൗണ്ടും കാര്യങ്ങളും ഒരു ചാർജിങ് കേബിളും എന്തൊക്കെയോ ഉണ്ട്. ഗോപ്രോ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഭംഗി നോക്കി. നമുക്ക് ഇവിടുന്ന് അങ്ങ് പൊട്ടിക്കാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ സാധാ എല്ലാത്തിനും പറയുന്ന പോലെ പേപ്പേഴ്സ് കാര്യങ്ങൾ പരിപാടീസൊക്കെ ഉണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതെ, മോനെ നമ്മുടെ സാധനം ആദ്യമായിട്ട് തൊടാൻ പോവാണേ. നമുക്കിത് താഴെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഇത് ആക്സസറീസും പരിപാടികളൊക്കെ കിടക്കണേ. എത്ര നാളായിട്ട് നിന്നെ ഞാൻ കാത്തിരിക്കരുതെന്നറിയോ. ഇതിട്ടിരിക്കട്ടെ, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് വീണ്ടും കുറച്ച് പേപ്പേഴ്സും പരിപാടികളും ഒക്കെ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ്, ബാറ്ററി ഉണ്ട്, ഒരു ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നൊരു മൗണ്ടുണ്ട്, ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളുണ്ട്. ഇനി നമുക്കിതെടുക്കാം. നമ്മുടെ സാധനം അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഗോപ്രോ 8. ആഹാ, ആദ്യം ഇതിൻ്റെ ബാറ്ററി ഇടാം. ഇവിടെ നമ്മൾ താഴോട്ട് സ്ലൈഡ് ചെയ്തിട്ട് അങ്ങനെയാണിത് ഓപ്പൺ ചെയ്യണത്. ഓപ്പൺ ചെയ്യുമ്പോൾ ബാറ്ററി ഇടാനുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ബാറ്ററി നേരെ അകത്തോട്ടിടുക. ബാറ്ററി സെറ്റ് നമ്മൾ തിരിച്ച് അടച്ചു. നൈസായിട്ട് ആ സ്റ്റിക്കർ നമ്മൾ ഇളക്കിയെടുത്തു. നമ്മൾ ഓണാക്കാൻ പോകുന്നു. അയ്യേ, നമ്മുടെ ഗോപ്രോ അങ്ങനെ ഓണായിട്ടുണ്ട്. ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നു. എനിക്ക് വയ്യ. നമ്മുടെ സ്വന്തം ഗോപ്രോ. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ്, എഗ്രി, GPS ഓൺ. നമ്മുടെ ചാനലിൽ ആദ്യമായി നമ്മുടെ സ്വന്തം ഗോപ്രോ ഉപയോഗിക്കുന്നത് 7-ാം മാസത്തിൽ 28-ാമത്തെ ദിവസം 2021 4:21 PM. യാ മോനെ, നമ്മുടെ ഗോപ്രോ അങ്ങനെ ഓണായിട്ടുണ്ട്. 14% ചാർജേ ഉള്ളൂ. നമുക്കിത് കുറച്ച് നേരം എന്തായാലും കുത്തിയിടാം. ബാക്കി പരിപാടികളൊക്കെ പിന്നെ. സൂപ്പർ എക്സൈറ്റഡ്. ഗോപ്രോ ഒന്ന് റീചാർജ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 41% ചാർജ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കുത്തിയിട്ട് ആക്രമണം സഹിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ മേടിച്ച മെമ്മറി കാർഡും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം. സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ എത്ര നാളുകൾ നമ്മളിങ്ങനെ കാത്തിരുന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് പലരുടെയും നമ്മുടെ സ്വന്തമല്ലാതെ പലരുടെയും യൂസ് ചെയ്ത് നോക്കിയിട്ടും നമ്മുടെ സ്വന്തമല്ലാത്തൊരു സാധനം ഒരു ദിവസം നമ്മുടെ സ്വന്തം ആകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഗോപ്രോ 8 നമ്മുടെ ചാനലിൽ. ഗോപ്രോ 5ൽ നിന്ന് നമ്മൾ നേരെ ഗോപ്രോ 8ലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എന്തായാലും നേരെ ഗോപ്രോ 8ലേക്ക്. അപ്പോൾ നമ്മുടെ ഗോപ്രോ 8ലുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗോപ്രോ 8ലെ ആദ്യത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹായ് പക്കറു, ഹായ് ലൈജുട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലുള്ള കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു 2.0 ഹൈപ്പർ സ്മൂത്ത്, ഭയങ്കര സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 1080p സൂപ്പർ വ്യൂവിൽ 30 frames/second വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അത് സൂപ്പർ വ്യൂ മാറ്റിയിട്ട് നമുക്ക് വൈഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡും പിന്നെ സ്റ്റെബിലിറ്റിയാണ് ഇതിൻ്റെ മെയിൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പക്രു നീ ഓർഡർ റെഡിയാണോ? റെഡി. പക്രു ഒരു മെസ്സി ഫാനാണോ നീ? ഭയങ്കര വലിയൊരു മെസ്സി ഫാനാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ ടീഷർട്ടൊക്കെ ഇട്ടുണ്ട്. സൂപ്പർ വ്യൂ, വൈഡ്, ലീനിയർ, നാരോ. നമുക്ക് ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ സൂപ്പർ വ്യൂവും വൈഡും ആണ്. ഈ കാണുന്നത് വീടിനടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. വീടിനടുത്ത് നമ്മുടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന കുതിരയൊക്കെ വരാറുള്ളൊരു സ്ഥലമാണ്. അത് നമ്മൾ ഈ ഒരു കാടിൻ്റെ അകത്താണ് നമ്മൾ പക്രനെ ഓടിക്കാൻ പോകുന്നത്. നല്ല വൈബുള്ള സ്ഥലമാണ്. വെള്ളത്തിൽ കൂടെ നീന്തി പോകണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി നമുക്ക് പറയാനുണ്ട്. അത് കൂടാതെ മാളൂട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ്.
ഹായ് വളട്ടാ. പക്ര ഇവിടെ റെഡിയായി നിൽക്കണം. നീ ഇവിടെ റെഡിയാണോ? ഒന്നോ ഓടി. ഇപ്പൊ കണ്ടത് സൂപ്പർ വ്യൂവിലുള്ള പക്രൂൻ്റെ ഓട്ടം. ഇനി നമ്മൾ വൈഡിലുള്ള പക്രൂൻ്റെ ഓട്ടം. മുഖം കാണിക്കാൻ താല്പര്യമില്ല. നീലാണ്ട, രാവിലെ സേതു, ഉണ്ണി, വിമേഷ്, വിഷ്ണു. നമുക്ക് ഇവന്മാരെ കൊണ്ട് ഓടിക്കാം. ഇവന്മാരെ കൊണ്ട് ഓടിക്കാം. നമുക്ക് ഈ 2 മോഡ്സിലുള്ള വീഡിയോസാണ് നമുക്ക് ആവശ്യം. നമുക്ക് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത്. നമുക്ക് കൈ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അത് മാത്രം വീഡിയോ ചെയ്തു. സൂപ്പർ വ്യൂ, വൈഡ്, സ്റ്റെബിലിറ്റി, ഈ 3 നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നത്. വേറെ ഒന്നുമല്ല. പിന്നെ ഈ സ്ഥലമൊക്കെ നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് തോന്നി. വീടിനടുത്തുള്ള സ്ഥലം കേട്ടോ. ഇത് കുറേ നാളുകൊണ്ട് ഞാൻ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്കിനി കിടിലം വീഡിയോസുമായിട്ട് ഇനി അങ്ങോട്ട് കാണാം. ഉറപ്പായിട്ടും കാണാം. നമ്മുടെ GoPro 8-ലെ നമ്മുടെ കുറേ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത് ഈ കാണുന്ന ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്നുകൊണ്ടും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.